ഹായ്, ഐ ആം ജിജിത് ജോർജ്. ഞാൻ റിലയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ടെക്ല സ്ട്രക്ചേഴ്സ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ അക്കാഡമിക് ഹെഡാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്ല സ്ട്രക്ചേഴ്സ് എന്ന സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു ഗ്രിഡ് സെറ്റ് ചെയ്യാം. അതിനു മുമ്പ് ഗ്രിഡ് എന്ന് പറയുന്നത് സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു റെഫറൻസാണ് ഗ്രിഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സൈറ്റിൽ നടക്കുന്ന വർക്ക് സ്ട്രക്ചർ സ്റ്റീലിൻ്റെ ആയിക്കോട്ടെ, സിവിൽ വർക്ക് ആയിക്കോട്ടെ, MEP ആയിക്കോട്ടെ, HVAC അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ വർക്ക് ആയിക്കോട്ടെ, അതെല്ലാം ഒരൊറ്റ ബിൽഡിങ്ങിലാണ് വരുന്നതെങ്കിൽ ആ ബിൽഡിങ്ങിൽ വരുന്ന ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കേഴ്സിന് കൊടുക്കുന്ന ഒരു റെഫറൻസ് ലൈനാണ് ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്നത്. നൗ കം ടു ഹിയർ. ഇതാണ് ടെക്ല സ്ട്രക്ചേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് കാണുന്ന ഒരു സ്ക്രീൻ. ഇപ്പോൾ നമ്മൾ പുതിയൊരു ഗ്രിഡ് മോഡൽ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് ഒരു ഡിഫോൾട്ട് 3D വ്യൂ ഉണ്ടാവും, അതിലൊരു ഡിഫോൾട്ട് ഗ്രിഡ് ഉണ്ടാവും. ഈ കാണുന്ന ഗ്രീൻ കളറിലെ ബോക്സിന് നമ്മൾ വർക്കിംഗ് ഏരിയ എന്ന് പറയും. അത് ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന വർക്കെല്ലാം ആ വർക്കിംഗ് ഏരിയയിൽ ഒതുങ്ങിയിരിക്കണം. ഇനി ഗ്രിഡ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ Ctrl+P ഞെക്കണം. അപ്പോൾ ഇതേപോലെ ടോപ്പ് വ്യൂ പോലെ വരും. ഇതേ വ്യൂവിലിട്ടിട്ട് വേണം നമ്മൾ ഗ്രിഡ് സെറ്റ് ചെയ്യാൻ. നമുക്ക് ക്ലയൻറ്റ് തരുന്ന ഡ്രോയിങ്സ് ഉണ്ട്, ബിൽഡിങ്ങിൻ്റെ ഡ്രോയിങ്സ് തരും. ടെക്ല സ്ട്രക്ചേഴ്സിൽ നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യാനായിട്ട് ക്ലയൻറ്റ് തരുന്ന ഡ്രോയിങ്സ് ആണ് നമുക്ക് ബിൽഡിങ്ങിൻ്റെ പ്ലാനും എലിവേഷനും കണക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടൊരു ഡ്രോയിങ് തരും. ഇതിൽ ഇവർ ഗ്രിഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഒരു ഗ്രിഡ് എന്ന് പറയുന്നത് 3 ആക്സിസ് കൂടിച്ചേരുന്നതാണ് ഗ്രിഡ്. അതായത് XYZ. നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കുന്ന ഗ്രിഡാണ് XY ആക്സിസ് ആയിട്ട് കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് XY ആക്സിസിലെ ഗ്രിഡാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. Z എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഗ്രിഡ് ലൈൻസിൻ്റെ സെക്ഷൻ പോലെ എടുക്കേണ്ടി വരും. Z എന്ന് പറയുന്നത് ലെവൽസ് ആണ്, എലിവേഷൻ. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, ഇങ്ങനെ ഓരോ ഫ്ലോർ വൈസ് പോകുന്നതാണ് Z ആക്സിസ് ആയിട്ട് റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലയൻറ്റ് തരുന്ന ഡ്രോയിങ്ങിൽ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ഫ്ലോറിലും പ്ലാൻസ് തന്നിട്ടുണ്ടാവും, ബിൽഡിങ്ങിൻ്റെ പ്ലാൻസ്. അതിൽ സ്ട്രക്ചർ ബീം ഉണ്ടാവും, കോളം ഉണ്ടാവും, ബ്രേസിങ്സ് ഉണ്ടാവും. ഇതെല്ലാം അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അലോങ് വിത്ത് ദ പ്ലാൻ അവർ ഗ്രിഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഗ്രിഡിനെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് ടെക്ലയിൽ നമ്മൾ XY സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ എലിവേഷൻ നോക്കാം. നമുക്ക് ക്ലയൻറ്റ് വരുന്ന ഡ്രോയിങ്ങിൽ ബിൽഡിങ്ങിൻ്റെ എലിവേഷൻ തന്നിട്ടുണ്ടാവും. അതിലവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോർ എന്ന് എഴുതിയിട്ട് അവിടെ ലെവൽ, സെക്കൻഡ് ഫ്ലോർ വരുന്നുണ്ടെങ്കിൽ അവിടെ ലെവൽ, ഗ്രൗണ്ട് ഫ്ലോർ അവിടെ ലെവൽ. ആ ലെവലുകളെല്ലാം നമ്മൾ ടെക്ലയിൽ എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ Ctrl+P ഞെക്കി ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രിഡിൻ്റെ പ്രോപ്പർട്ടി എടുക്കണം. അതിനുമുമ്പ് ഒരു ഗ്രിഡ് എന്ന് പറയുന്നത് 3 ആക്സിസ് ആണെന്ന് പറഞ്ഞു, XYZ. ഈ 3 ആക്സിസ് 0 വരുന്നൊരു പോയിൻ്റ് ഉണ്ട്, ഒറിജിൻ എന്ന് പറയും നമ്മൾ ടെക്ലയിൽ. ആ പോയിൻ്റാണ് ബോട്ടം ലെഫ്റ്റ് കോർണർ. ഈ ഒരു കോർണർ, ബോട്ടം ലെഫ്റ്റ് കോർണർ, ഇതാണ് ഒറിജിൻ. അതായത് XYZ ഈ 3 ആക്സിസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കോർഡിനേറ്റ്, ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് റീഡ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു ഗ്രിഡിൻ്റെ ഡയമെൻഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിഫോൾട്ട് വന്നാലും നമ്മൾ സെറ്റ് ചെയ്താലും ഗ്രിഡിൻ്റെ ഡിസ്റ്റൻസ്, ഡയമെൻഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഗ്രിഡ് സെലക്ട് ചെയ്തിട്ട് ഇൻ ബിറ്റ്വീൻ ലൈൻസ് ക്ലിക്ക് ചെയ്താൽ ഡിസ്റ്റൻസ് കാണിക്കും. ഇതിപ്പോൾ എല്ലാം 7200 കണ്ടില്ലേ, 7200 ഈച്ചാണ് X ആക്സിസ്. നമ്മൾ ടെക്ലയിൽ റീഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ ഇവർ Xഉം Yയും ആക്സിസ് കാണിച്ചിട്ടുണ്ട്, X ആക്സിസ് ആൻഡ് Y ആക്സിസ്. അപ്പോൾ X ആക്സിസ് ആയിട്ട് റീഡ് ചെയ്യുന്നത് ടെക്ലയിൽ എങ്ങനെയാണ് നിങ്ങൾ റീഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേർട്ടിക്കൽ ലൈൻസ്. ഇപ്പോൾ ഈ കാണുന്ന വേർട്ടിക്കൽ ലൈൻസ് ഇല്ലേ, 1 2 3 4 5 6, ഇതാണ് X ആക്സിസ്. Y ആക്സിസ് ആയിട്ട് വരുന്നത് ഹൊറിസോണ്ടൽ ലൈൻസ് ABCDEF, അതാണ് Y ആക്സിസ് ആയിട്ട് റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഏത് ഗ്രിഡാണോ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് ഗ്രിഡ്. ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണിക്കും 7200. X ആക്സിലെ ഗ്രിഡ് ലൈൻസ് എല്ലാം 7200 ഈച്ചാണ്. ഇനി Y ആക്സിസിലെ ഗ്രിഡ് ലൈൻസ് ആണെങ്കിലോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ 6000 ഈച്ചാണ് ഓരോ ഗ്രിഡ് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത്. സപ്പോസ് നിങ്ങൾക്ക് 2ൽ നിന്നും 5 വരെ ഒരു മെഷർമെൻറ്റ് എടുക്കണം. ഇതിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഗ്രിഡ് ലൈൻസിൻ്റെ ഡിസ്റ്റൻസ് വന്നത്. ഇപ്പോൾ 2ൽ നിന്നും 5 വരെ മെഷർ ചെയ്യണമെന്നാണെങ്കിൽ ഇവിടെ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് മെഷറിംഗ് ടൂൾസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ആദ്യത്തെയാണ് ഫ്രീ ഡിസ്റ്റൻസ്. F എന്ന് പറഞ്ഞ ഷോർട്ട് കീ ഞെക്കി നമുക്ക് എടുക്കാം. ഇനി അതല്ല ഹൊറിസോണ്ടൽ, അതായത് ഏത് ഡയറക്ഷനിലും നമുക്ക് മെഷർ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ മാത്രം മതി, ഡിസ്റ്റൻസ് എടുക്കണം, വേർട്ടിക്കൽ ഡിസ്റ്റൻസ് മാത്രം എടുക്കണം എങ്കിൽ ഈ ടൂൾ നമ്മൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാനിപ്പോൾ F എന്ന് പറഞ്ഞ ഷോർട്ട് കീ ഞെക്കി എടുക്കാൻ പോകാം. ഇപ്പോൾ F എന്ന് പറഞ്ഞ ഷോർട്ട് കീ കൊടുത്തു. ടെക്ലയിൽ നമ്മൾ ഏത് ടൂളോ എന്ത് കമാൻഡ് എടുത്താലും ആസ് എ ബിഗിനർ, ഇല്ലെങ്കിൽ പുതിയൊരു ടൂൾ നിങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് അറിയത്തില്ല നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്നാണെങ്കിൽ എപ്പോഴും ബോട്ടം ലെഫ്റ്റ് കോർണർ നോക്കുക. ഈ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഹിൻഡ് ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് പിക്ക് ദ സ്റ്റാർട്ട് പോയിൻറ്റ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് പോയിൻറ്റ് ഞാനിവിടെ പിക്ക് ചെയ്തു. പിന്നെ ഇവിടെ പറയുന്നത് എന്താ, പിക്ക് ദ സെക്കൻഡ് പോയിൻറ്റ്. അപ്പോൾ സെക്കൻഡ് പോയിൻ്റായിട്ട് 5 കൊടുത്തു. ഇപ്പോൾ ഇവിടെ ബോട്ടം ലെഫ്റ്റിൽ ഇവിടെ ഡിസ്റ്റൻസ് കാണിക്കും 21600. ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് ചെയ്യണമെന്നാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, then the dimension will come here 21600. Now again the command is still active.
ഈ കമാൻഡ് ഇപ്പോഴും സ്റ്റിൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. പിക്ക് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ഏത് കമാൻഡാണോ അല്ലെങ്കിൽ ടൂളാണോ അതിൽ നിന്ന് നമുക്ക് കളയാനായിട്ട് ഒന്നില്ലെങ്കിൽ എസ്കേപ്പ് ഞെക്കാം, അതല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ആൻഡ് പ്രസ് ഇൻറപ്റ്റ്. പിന്നെ ആ കമാൻഡിൽ നിന്ന് പോയിക്കോളും. പക്ഷേ ഈ ഡയമെൻഷൻ ഇവിടെ തന്നെ നടക്കും, കണ്ടില്ലേ? ആ ഡയമെൻഷൻ പോകുന്നില്ല. ആ ഡയമെൻഷൻ കളയാനായിട്ട് ബ്ലാങ്ക് സ്പേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീഡ്രോ വ്യൂ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയമെൻഷൻ ആ സ്ക്രീനിൽ നിന്ന് പോയിക്കോളും. ഈ വ്യൂവിൽ എന്തോരം ഡയമെൻഷൻസ് ഉണ്ടോ നമ്മൾ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതെല്ലാം പോയിക്കോളും. ഓക്കെ, നെക്സ്റ്റ്. ഇനി എങ്ങനെ ഗ്രിഡ് സെറ്റ് ചെയ്യാം? ഈ ഇപ്പോൾ ഡിഫോൾട്ട് വന്നേക്കുന്ന ഗ്രിഡിൻ്റെ പ്രോപ്പർട്ടി, നമ്മളൊരു പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാൻ റൈറ്റ് സൈഡിൽ ഒരു ഐക്കൺ ഉണ്ട് സെറ്റിങ്സിൻ്റെ. ഇതാണ് പ്രോപ്പർട്ടിയുടെ ഐക്കൺ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ബാർ വരും. എന്നിട്ട് നമ്മൾ ഏത് മെമ്പറിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അതിൻ്റേതായ പ്രോപ്പർട്ടി അവിടെ ഹൈലൈറ്റ് ആയി വരും. നമുക്കിപ്പോൾ ആകെ ഗ്രിഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്രിഡിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡിൻ്റെ പ്രോപ്പർട്ടി വന്നു. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കോർഡിനേറ്റ്സും ലേബൽസും. രണ്ടിലും XYZ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ട് നമ്മൾ പറഞ്ഞു എക്സ് ആക്സിസിലെ ലേബൽ നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ എക്സ് ആക്സിൽ പറഞ്ഞു വേർട്ടിക്കൽ കാണുന്ന ലൈൻസ് ആണ് എക്സ് ആക്സിസ് ആയിട്ട് റീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 1 2 3 4 5 6 അതിവിടെ വന്നു. പക്ഷേ ഇവിടെ ഓരോ ഗ്രിഡ് ലൈൻസ് കഴിയുമ്പോഴും സ്പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേബൽ കഴിയുമ്പോഴും 1 കഴിഞ്ഞ് സ്പേസ്, 2 കഴിഞ്ഞ് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ഗ്രിഡ് ലൈൻ എന്ന് പറഞ്ഞ് റീഡ് ചെയ്യും. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പോൾ നമ്മൾ സ്പേസ് കൊടുത്തില്ല, 1 2 3 4 എന്ന് പറഞ്ഞ് സ്പേസ് ഇല്ലാതെ ടൈപ്പ് ചെയ്തു. നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ആയി വരുന്നത് ഈ ഒരു ഗ്രിഡ് ലൈനിൽ എല്ലാ ലേബലും കൂടി വരും, 1 2 3 4 5 6. അപ്പോൾ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ഗ്രിഡ് ലൈൻ എന്ന് പറഞ്ഞ് റീഡ് ചെയ്യും. ഇനി ഇതിൻ്റെ കോർഡിനേറ്റ്സ്, ഇപ്പോൾ നമ്മൾ ലേബൽ കൊടുത്തു, ഇനി ഡിസ്റ്റൻസ് കൊടുക്കണം. ഓരോ ഗ്രിഡ് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കൊടുക്കണം. ആ ഡിസ്റ്റൻസ് കൊടുക്കേണ്ടതാണ് കോർഡിനേറ്റ്സ്. കോർഡിനേറ്റ്സിൽ XYZ ഈ മൂന്നിലും 0 കാണാൻ പറ്റും. ഈ 0 അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒറിജിനെയാണ്. ഈ ഒറിജിൻ ബോട്ടം ലെഫ്റ്റ്. നമ്മൾ ഗ്രിഡ് സെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും 0 ഡിലീറ്റ് ചെയ്ത് കളയരുത്. 0 ഡിലീറ്റ് ചെയ്താൽ ഗ്രിഡ് ഇപ്പോൾ എവിടെയാണോ ഉള്ളത് ആ ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലോട്ട് നീങ്ങിപ്പോവും. അങ്ങനെ വരരുത്. അപ്പോൾ 0 മെയിൻറ്റെയിൻ ചെയ്യുക. ആസ് എ ഒറിജിൻ 0 അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. സ്പേസ് ഇട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന കോർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ എക്സ് ആക്സിസിൽ നേരത്തെ നമ്മൾ മെഷർ ചെയ്തായിരുന്നു. ഈച്ച് ഗ്രിഡ് ലൈൻസ് എക്സ് ആക്സിൽ വരുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്, 7200 ആയിരുന്നു. അതാണ് 5 × 7200 എന്ന് കൊടുത്തത്. കാരണം ഇവിടെ ഓരോ ഗ്രിഡ് ലൈൻസും 1ഉം 2ഉം തമ്മിലുള്ള സ്പേസിങ്, 2ഉം 3ഉം 3ഉം 4 അങ്ങനെ 5 സ്പേസിങ്സ് വരുന്നുണ്ട്. ഈ 5 സ്പേസിങ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയതുകൊണ്ടാണ് 5 × 7200. അതില്ലായിരുന്നെങ്കിൽ നമ്മൾ ഓരോ സ്പേസ് ഇട്ട് കൊടുത്തത് 7200 സ്പേസ് 6000 സ്പേസ്, അതായത് ഡിസൈൻ ഡ്രോയിങ്ങിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടോ അത് നമ്മൾ സ്പേസ് ഇട്ട് ഇവിടെ കൊടുക്കുന്നു ഓരോ ഗ്രിഡ് ലൈൻസ് തമ്മിലുള്ള. ഇനി കമ്മിങ് ടു വൈ ആക്സിസ്. വൈ ആക്സിസിലെ ലേബൽസ് നമ്മൾ പറഞ്ഞു വേർട്ടിക്കൽ ലൈൻസ് ആണെന്ന് പറഞ്ഞു, ഹൊറിസോണ്ടൽ ലൈൻസ് ആണെന്ന് പറഞ്ഞു. ABCDEF അതാണ് ഇവിടെ നമ്മൾ കൊടുത്തത്. സ്പേസ് ഇട്ട് നമ്മൾ ABCDF ടൈപ്പ് ചെയ്തു. ഇനി കോർഡിനേറ്റ്സ് വൈ ആക്സിസിൻ്റെ വരുമ്പോൾ 0 ഒറിജിൻ അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. സ്പേസ് ഇട്ടിട്ട് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരുന്നു വൈ ആക്സിസിലെല്ലാം 6000 ആയിരുന്നു. അതാണ് 5 × 6000. ഇനി ഇസഡ് ആക്സിസ് കൊടുക്കുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ മെട്രിക് സ്റ്റാൻഡേർഡിൽ വർക്കാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ US ആണെങ്കിൽ US പ്രൊജക്ട്സ് ഒക്കെ കൂടുതൽ നമ്മൾ ഫീറ്റ് ഇഞ്ചിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഫീറ്റ് ഇഞ്ച് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ US എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യും, സോഫ്റ്റ്വെയർ ഇമ്പീരിയൽ എൻവയൺമെൻറ്റിൽ ഓപ്പൺ ചെയ്യും. പക്ഷേ മെട്രിക് സ്റ്റാൻഡേർഡിൽ അതായത് മീറ്റർ മില്ലിമീറ്റർ വർക്കിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഡ്രോയിങ്സ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ക്ലയൻറ്റിൻ്റെ ഡ്രോയിങ്സിൽ ഇവർ നമുക്ക് തരുന്ന ലെവലുകളെല്ലാം മീറ്ററിലായിരിക്കുള്ളൂ പൊതുവേ തരുന്നത്. അത് സ്റ്റാൻഡേർഡാണ്, അത് മീറ്ററിലായിരിക്കുള്ളൂ പൊതുവേ തരുന്നത്. പക്ഷേ നമ്മളുടെ സോഫ്റ്റ്വെയർ മില്ലിമീറ്ററിൽ റീഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മീറ്ററിൽ നിന്നും മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് കോർഡിനേറ്റ്സിൽ കൊടുക്കാവുള്ളൂ. ബിക്കോസ് സോഫ്റ്റ്വെയർ മില്ലിമീറ്ററിൽ റീഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ മീറ്ററിൽ നിന്നും മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം കോർഡിനേറ്റ്സിൽ കൊടുക്കാൻ. ഇനി ലേബൽ കൊടുക്കുമ്പോൾ മീറ്ററിൽ തന്നെ കൊടുക്കുക. ലേബൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മീറ്ററിൽ തന്നെ കൊടുക്കുക. നമ്മൾ കോർഡിനേറ്റ്സ് കൊടുക്കുമ്പോൾ മില്ലിമീറ്ററിൽ കൊടുക്കണം, കാരണം സോഫ്റ്റ്വെയർ മില്ലിമീറ്ററിൽ റീഡ് ചെയ്യത്തുള്ളൂ. അത് ഒന്നാമത്തെ റൂള്. രണ്ടാമത്തെ റൂള് അസെൻഡിങ് ഓർഡറിൽ വേണം കൊടുക്കാൻ. അതായത് ചെറുതിൽ നിന്നും വലുതിലോട്ട് വരുന്ന ആ ഓർഡറിൽ വേണം കൊടുക്കാൻ. നമ്മൾക്ക് കിട്ടുന്ന ക്ലയൻറ്റിൻ്റെ ഡ്രോയിങ്ങിൽ ഒരുപാട് ഷീറ്റുകളുണ്ടാവും. ചിലപ്പോൾ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് നോക്കേണ്ടി വരും, സ്ട്രക്ചറൽ ഡ്രോയിങ്സ് നോക്കേണ്ടി വരും, സ്റ്റീൽ ഡ്രോയിങ്സ് നോക്കേണ്ടി വരും. ഇതിൽ നിന്നൊക്കെ നമ്മളുടെ സ്കോപ്പ് ഓഫ് വർക്കിൽ എലിവേഷൻസ് എല്ലാം നോക്കി ഏതൊക്കെ ലെവലാണോ നമ്മൾ നോട്ട് പാഡിൽ നമ്മളതെല്ലാം നോട്ട് ചെയ്ത് എൻ്റർ ചെയ്ത് വെക്കും. പക്ഷേ എൻ്റർ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കില്ല, അതായത് ഓർഡറിലായിരിക്കില്ല. അത് നമ്മൾ ടെക്ലയിൽ നമ്മൾ കോർഡിനേറ്റ്സിൽ കൊടുക്കുമ്പോൾ നേരെ അതേപോലെ എൻ്റർ ചെയ്യരുത്. അസെൻഡിങ് ഓർഡർ, ചെറുതിൽ നിന്നും വലുതിലോട്ട് വരുന്ന ആ ഒരു ഓർഡറിൽ തന്നെ വേണം നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഗ്രിഡ് നമുക്ക് തൽക്കാലം ഒരെണ്ണം സെറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 1 2 3 4 5 വരെ ഞാൻ കൊടുത്തു ലേബൽ. ഇനി അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഒരു 1ഉം 2ഉം തമ്മിൽ ഒരു 1200 കൊടുത്തു, ബാക്കി പിന്നെ 6000 കൊടുത്തു.
1500, 3000. ഇനി ഒന്ന് മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ വന്നുണ്ടല്ലോ, അത് സെറ്റായി. നമ്മൾ കൊടുത്ത എക്സ് ആക്സിസ് റെഡിയായി. ഇനി വൈ ആക്സിസ് കൊടുക്കുമ്പോൾ ഇതേപോലെ തന്നെ. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഒറിജിൻ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ബോട്ടം ലെഫ്റ്റ് കോർണറിൽ നിന്ന്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതും ഈ ഏരിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സപ്പോസ് ഇവിടെ ഡി ആണെന്ന് കരുതുക, നമുക്ക് ഡി സി അങ്ങനെ വരേണ്ടത്. അപ്പോൾ ഞാൻ കൊടുക്കുന്നു ഡി സ്പേസ് സി സ്പേസ് ബി സ്പേസ് എ. നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക, ഡി സ്പേസ് സി സ്പേസ് ബി സ്പേസ് എ. ഇനി അതിൻ്റെ കോർഡിനേറ്റ്സിൽ ഒറിജിൻ 0 ആയതുകൊണ്ട് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. സ്പേസ് ഇട്ടിട്ട് ഡിയും സിയും തമ്മിൽ ഞാനൊരു ഡിസ്റ്റൻസ് 4500, 3210, 1200 മോഡിഫൈ. ഇപ്പോൾ അവിടെ ചേഞ്ചസ് വരും. ഈ പറയുന്ന വാല്യൂസ് ഇപ്പോൾ ജസ്റ്റ് ഒരു റഫായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്, നമുക്ക് ക്ലയൻറ്റ് വരുന്ന ഡ്രോയിങ്ങിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഡിസ്റ്റൻസ് ഒക്കെ ഓരോ ഗ്രിഡ് ലൈൻസ് തമ്മിൽ ഏതാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് തന്നെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എക്സും വൈയും സെറ്റ് ചെയ്തു. ഇനി ഇസഡ് സപ്പോസ് ഒരു ഫസ്റ്റത്തെ ലെവൽ 0 താഴെയാണെന്ന് കരുതുക, ഒരു -100. അപ്പോൾ നമ്മൾ മൈനസ് എന്ന് പറഞ്ഞ സിമ്പൽ കൊടുത്തു. മൈനസ് വരുന്നുണ്ടെങ്കിൽ കോർഡിനേറ്റ്സിൽ നമ്മൾ മൈനസിൻ്റെ സിമ്പൽ കാണിക്കണം, എന്നാലേ സോഫ്റ്റ്വെയർ മൈനസായിട്ട് റീഡ് ചെയ്യത്തുള്ളൂ. പക്ഷേ പ്ലസ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് 0 എന്ന് പറഞ്ഞൊരു ലെവലാണ് വരുന്നതെന്ന് കരുതുക, 0 കൊടുത്തു, സ്പേസ്. ഇനി നെക്സ്റ്റ് വരുന്നൊരു 5000 ലെവലാണെന്ന് കരുതുക, നമ്മളത് മില്ലിമീറ്ററിലാണ് കൊടുക്കേണ്ടത് കേട്ടോ, 5000 mm. പിന്നെ നെക്സ്റ്റ് വരുന്നത് 9000, പിന്നെ ലാസ്റ്റ് വരുന്നത് ഒരു 15000 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇതിപ്പോൾ മില്ലിമീറ്ററിൽ. നമ്മൾ ഇനി ലേബൽ കൊടുക്കണം. ലേബൽ കൊടുക്കുമ്പോൾ തിരിച്ച് മീറ്ററിൽ തന്നെ നമ്മൾ കൊടുക്കുക. കാരണം ലേബലാണ് വ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ 1, 2, 3 ഇവിടെ കാണുന്നുണ്ടോ? ഇതേപോലെ ഇവർ വർക്ക് ചെയ്യുന്നത്, ഫാബ്രിക്കേഷൻ ചെയ്യുന്നത്, സൈറ്റിൽ ഇറക്ഷൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡ്രോയിങ്സിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ലേബലായിരിക്കും വിസിബിളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ലേബൽ തിരിച്ച് മീറ്ററിൽ തന്നെ നമ്മൾ കൊടുക്കണം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനി ലേബൽ കൊടുക്കുമ്പോൾ കുറച്ച് ഒരു റൂളുണ്ട്. ഇപ്പോൾ നമുക്ക് തരുന്ന ക്ലയൻറ്റിൻ്റെ ഡ്രോയിങ്ങിൽ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അതേപോലെ നമ്മൾ എൻ്റർ ചെയ്യരുത്. അങ്ങനത്തെ ടെക്സ്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ഡ്രോയിങ്, നമ്മൾ ഗ്രിഡ് കാണിക്കുന്ന ഡ്രോയിങ് ആണ് സൈറ്റിൽ കൊടുക്കുന്ന GA ഡ്രോയിങ്, ഇറക്ഷൻ പർപ്പസിന് കൊടുക്കുന്ന ഡ്രോയിങ് ആണ് ജനറൽ അറേഞ്ച്മെൻറ്റ് ഡ്രോയിങ്. ആ ഡ്രോയിങ്ങിലാണ് നമ്മൾ ഗ്രിഡ് ലൈൻസ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഗ്രിഡ് ലൈൻസിൻ്റെ ഓരോ ലെവൽ ഏതാണോ വരുന്നത് ആ ലെവലിൻ്റെ താഴെ നമ്മൾ ക്രിയേറ്റായി വരുന്ന ലെവലുണ്ട്, അതിൻ്റെ താഴെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നു. പക്ഷേ ഗ്രിഡ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കോമൺ ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ കോമൺലി സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ ടെക്ലൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ്. ഓരോ ലെവലിന് മുന്നേയും EL ഡോട്ട് എലിവേഷൻ്റെ ഷോർട്ട് ഫോം. നമ്മൾ ലെവലുകളല്ല എലിവേഷൻ എന്ന് പറയുന്നത്, ഗ്രിഡ് 1ൻ്റെ എലിവേഷൻ, ഗ്രിഡ് 2ൻ്റെ എലിവേഷൻ, അതാണ് EL ഡോട്ട്. ഇനി ഫസ്റ്റ് വരുന്ന ലെവൽ -100 ആണ്. അപ്പോൾ നമ്മൾ മൈനസ് കൊടുത്തു. ഇനി ലേബൽ തിരിച്ച് മീറ്ററിൽ തന്നെ കൊടുക്കുക. നമ്മൾ കോർഡിനേറ്റ്സ് മില്ലിമീറ്ററിൽ കൊടുത്തത് സോഫ്റ്റ്വെയർ മില്ലിമീറ്ററിൽ റീഡ് ചെയ്യത്തുള്ളൂ, അതുകൊണ്ട്. ഇപ്പോൾ ലേബൽ തിരിച്ച് മീറ്ററിൽ കൊടുക്കാനായിട്ട് 0.100 പോയിന്റ് കഴിഞ്ഞിട്ട് എപ്പോഴും 3 ഡിജിറ്റ് മെൻഷൻ ചെയ്യണം. കാരണം 1000ൻ്റെ 3 ഡിജിറ്റ് വെച്ചിട്ടാണ് മീറ്റർ മില്ലിമീറ്ററും തമ്മിലുള്ള കാൽക്കുലേഷൻ ചെയ്യുന്നത്. സ്പേസ് EL ഡോട്ട് പ്ലസ് നെക്സ്റ്റ് വരുന്ന ലെവൽ 0 ആണ് വരുന്നത്, നെക്സ്റ്റ് വരുന്ന ലെവൽ 0. അപ്പോൾ നമ്മളത് ഇതേപോലെ തന്നെ ഇവിടെ കൊടുത്തു 0.000 സ്പേസ് EL ഡോട്ട് പ്ലസ്. പിന്നെ വരുന്നത് 5000 ആണ് നെക്സ്റ്റ് ലെവൽ. 5000 കൊടുക്കുമ്പോൾ മീറ്ററിലാക്കി കൊടുക്കുമ്പോൾ 5.000 സ്പേസ് EL ഡോട്ട് പ്ലസ്. നെക്സ്റ്റ് വരുന്നത് 9.000 സ്പേസ് EL ഡോട്ട് പ്ലസ്. ലാസ്റ്റ് വരുന്നത് 15000 ആണ്. അപ്പോൾ അതിന് മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 15.000. ഇനി മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ ആ ഗ്രിഡ് ചേഞ്ചായി. ഈ വർക്കിംഗ് ഏരിയ കണ്ടോ, ഇത് ഇങ്ങനെ ഒരുപാട് നമ്മളുടെ ഒബ്ജക്റ്റിൽ നിന്ന് മാറി നിൽക്കും. അതിന് ഫിറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫിറ്റ് വർക്ക് ഏരിയ ടു എൻറ്റയർ മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ ഫിറ്റായി വന്നു. കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ ഗ്രിഡ് സെറ്റ് ചെയ്തു. ടെക്ലൈൽ ഇനി മെമ്പർ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് ഇതൊരു 3D വ്യൂ ആണെന്ന് പറഞ്ഞ് 3Dയിൽ ഇട്ടെല്ലാം മെമ്പർ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. അത് വ്യൂ ഓപ്പൺ ചെയ്യും. നമുക്ക് ക്ലയൻറ്റ് വരുന്ന ഡ്രോയിങ്ങിൽ ഇവർ പ്ലാനും എലിവേഷനും എല്ലാം കാണിച്ചിട്ടുണ്ടാവും. ഓരോ മെമ്പേഴ്സും അവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ 5000 ഒരു പ്ലാൻ ഉണ്ടാവും, 9000 ഒരു പ്ലാൻ ഉണ്ടാവും, ഗ്രിഡ് 1ൻ്റെ ഒരു എലിവേഷൻ ഉണ്ടാവും, അതിൽ വെർട്ടിക്കൽ ബ്രേസസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡിസൈൻ ഡ്രോയിങ്ങിൽ അവരെങ്ങനെയാണോ വ്യൂ തരുന്നത് അതേപോലെ വ്യൂ ടെക്ലൈൽ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ മെമ്പർ പ്ലേസ്മെൻറ്റ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് വ്യൂ ജനറേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഗ്രിഡ് സെറ്റ് ചെയ്ത പ്രകാരമുള്ള വ്യൂസ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു ഷോർട്ട് കീയാണ് Ctrl+I. ഇതാണ് വ്യൂ ലിസ്റ്റിൻ്റെ ഷോർട്ട് കീ, Ctrl+I. പക്ഷെ ഇപ്പോൾ ഇവിടെ ആകെ 3D വ്യൂ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇപ്പോൾ സെറ്റ് ചെയ്ത ഗ്രിഡ് പ്രകാരമുള്ള വ്യൂസ് എല്ലാം കൊണ്ടുവരണം. അതിനുവേണ്ടി
ഗ്രിഡ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രിഡ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് വ്യൂ എലോങ് ഗ്രിഡ് ലൈൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി വരും. ഇതിനകത്ത് വൺസ് ക്രിയേറ്റ് എന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യാവുള്ളൂ, ക്രിയേറ്റ്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി വ്യൂ ലിസ്റ്റിലോട്ടേക്ക് ജനറേറ്റ് ആയി വന്നു. നമുക്കിതൊന്ന് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് വന്നാണ്. എപ്പോഴും ഗ്രിഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു മാക്സിമം ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ആയിരിക്കും നമുക്ക് സ്പെൻഡ് ചെയ്ത് ഗ്രിഡ് എല്ലാം ഡിസൈൻ പ്രകാരം കറക്റ്റ് ആണോ എന്ന് എപ്പോഴും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രിഡ്. ചിലപ്പോൾ ഒരു 1 2 mm 3 mm വ്യത്യാസം വന്നാൽ നമ്മൾ ഒരു പക്ഷേ അത് നോട്ടീസ് ചെയ്യുന്നത് ലാസ്റ്റ് പ്രൊജക്റ്റ് എല്ലാം കഴിഞ്ഞ് GA ഡ്രോയിങ് ഡെവലപ്പ് ചെയ്യുമ്പോഴായിരിക്കും ഡിസൈൻ ഡ്രോയിങ് ആയിട്ട് മിസ്മാച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത കംപ്ലീറ്റ് പ്രൊജക്റ്റ് മാറ്റേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് ആ ഡയമെൻഷൻസ് എല്ലാം ഡിസൈൻ പ്രകാരം കറക്റ്റ് ആണോ എന്ന് മെഷർ ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്ത് പോകണം. ഇപ്പോൾ ഗ്രിഡ് 1 നമുക്ക് ഓപ്പൺ ചെയ്യണം. ഈ വ്യൂസിനെ അങ്ങനെ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ വ്യൂ ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ആകെ 3D വ്യൂ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഗ്രിഡ് 1 ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ് 1ൻ്റെ വ്യൂ ഓപ്പൺ ആയി വന്നു. എലിവേഷൻ ഉണ്ടല്ലേ, ഇപ്പോൾ എലിവേഷൻ ഓപ്പൺ ആയി വന്നിട്ടല്ലേ. 0 ലെവൽ, -100 ലെവൽ, 5000, 9000, 15000. ഇതിൻ്റെ താഴെയാണ് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ഡ്രോയിങ്ങിൽ ഇവിടെ ടൈപ്പ് ചെയ്യും. സെക്കൻഡ് ഫ്ലോർ ആണെങ്കിൽ സെക്കൻഡ് ഫ്ലോർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇനി ഗ്രിഡ് എയുടെ എലിവേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഗ്രിഡ് എയുടെ എലിവേഷൻ ഓപ്പൺ ആയി വന്നു. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വ്യൂസ് എല്ലാം ഈ വിൻഡോയിലുണ്ടാവും. നമുക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 3 വ്യൂസ് ഉണ്ട്. നമുക്ക് അറ്റ് എ ടൈം 9 വ്യൂസ് വരെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ വ്യൂസ് നമുക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 3Dയിൽ പോകണമെങ്കിൽ വ്യൂ 1 3D ക്ലിക്ക് ചെയ്താൽ 3D വ്യൂയിലോട്ട് വന്നു. അഗൈൻ ഗ്രിഡ് 1ലോട്ട് പോകണമെങ്കിൽ ക്ലിക്ക് ഓൺ ഗ്രിഡ് 1. ഇപ്പോൾ ഗ്രിഡ് 1ൻ്റെ വ്യൂ ഓപ്പൺ ആയി വന്നു. നമുക്ക് അറ്റ് എ ടൈം 9 വ്യൂസ് വരെ ഓപ്പൺ ആവത്തുള്ളൂ. നമുക്ക് ഏത് വ്യൂ ആണോ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലെങ്കിൽ ആ വ്യൂ ക്ലോസ് ചെയ്ത് കളയാം. അത് എങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ വിൻഡോൻ്റെ മേളിൽ കാണുന്ന ഒരു ക്ലോസ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യൂ ക്ലോസ് ആവും. ഇപ്പോൾ ഗ്രിഡ് എയിലിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ് എ ക്ലോസ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഗ്രിഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രിഡ് സെറ്റ് ചെയ്യുന്നത് ഡിസൈൻ പ്രകാരം ഡിസൈൻ ഡ്രോയിങ് സ്റ്റഡി ചെയ്ത് നമ്മൾ കോർഡിനേറ്റ്സും ലേബൽസും സെറ്റ് ചെയ്യുന്നു. ഈ കാണുന്ന പ്രോപ്പർട്ടി, ആ ഗ്രിഡിൻ്റെ പ്രോപ്പർട്ടി എടുത്ത് കോർഡിനേറ്റ്സും ലേബൽസും നമ്മൾ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വ്യൂ ലിസ്റ്റ് ജനറേറ്റ് ചെയ്ത് എലിവേഷൻ എടുത്ത് മോഡൽ ക്രോസ് ചെക്ക് ചെയ്യാം ഡിസൈൻ പ്രകാരം കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഗ്രിഡിനെ കുറിച്ചതാണ്. അപ്പോൾ ഈ ഗ്രിഡിനെ കുറിച്ചുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. So, thank you all. I am Jijit George from Reliant Institute of Technology.